മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? ഇനി ഒരു താലി കെട്ടോ? അങ്ങനെ ഒരു കാര്യത്തിന് വരുൺ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? മോളെ, അത് നടന്നേ പറ്റൂ. കാടകത്ത് ഭഗവതി ക്ഷേത്രം മംഗല്യഭാഗ്യത്തിന് പേര് കേട്ടതാ. അവിടുത്തെ നടയിൽ വെച്ച് വരുൺ നിന്നെ താലി ചാർത്തണം. അതിന് സാക്ഷിയായി രാധിക ഉണ്ടാവുകയും വേണം. കാര്യം നല്ലതായ പോലും ഞാൻ പറഞ്ഞെന്നുള്ള കാരണം കൊണ്ട് വരുൺ അതിന് സമ്മതിക്കില്ല. നീ വരുണിനെ വിളിച്ച് ഫോണൊന്ന് കൊടുക്കും. കാര്യങ്ങളെ ഞാൻ പറഞ്ഞോളാം. വരുൺ, വരുൺ ഒന്നിങ്ങോട്ട് വരുമോ? അതെ മുത്തശ്ശി, ദേഷ്യപ്പെടാനൊന്നും നിൽക്കരുത് കേട്ടോ. എന്താ? ആറ്റുവാശ്ശേരിന്ന് മുത്തശ്ശിയാ, വരുണോടൊന്ന് സംസാരിക്കണോന്ന്. എന്താ മുത്തശ്ശി? മോനെ, മുത്തശ്ശിക്ക് നാളെ അമ്പലത്തിൽ ഒരു നേർച്ചയുണ്ട്. മോൻ കേട്ടിട്ടുണ്ടോന്നറിയില്ല. കാടകത്ത് ഭഗവതി ക്ഷേത്രം. എനിക്കറിയില്ല. പ്രിയങ്കയ്ക്കറിയാം. നാളെ നിങ്ങൾ രണ്ടുപേരും മുത്തശ്ശിയുടെ കൂടെ ആ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം. അതെ, എനിക്ക് ഈ ക്ഷേത്ര കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല മുത്തശ്ശി. പ്രിയങ്ക വരുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എന്നെ പ്രതീക്ഷിക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ മോനെ. ഇനി ചിലപ്പോ ഇങ്ങനെയൊരു വഴിപാട് നടത്താൻ ഞാനുണ്ടാവണമെന്നൊന്നുമില്ല. നേർച്ചകളൊന്നും ബാക്കിയിട്ടിട്ട് പരലോകത്തേക്ക് മടങ്ങാനും വയ്യല്ലോ. അങ്ങനെയുള്ള ഒരു ആത്മാവിന് മോക്ഷം പോലും കിട്ടില്ല. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. മോനും പ്രിയങ്കയും വരുമ്പോ രാധികയെ കൂടി കൂട്ടിക്കും. പേരക്കുട്ടികളെല്ലാവരും ചടങ്ങിന് ഒന്നിച്ചു നിൽക്കണം. അല്ല, അത് മുത്തശ്ശി. മോൻ എതിരൊന്നും പറയരുത്. രാധികയും പ്രിയങ്കയും കൂട്ടി മോൻ വരണം. വരാം മുത്തശ്ശി. അല്ല, ഞാൻ കാരണം മുത്തശ്ശിക്ക് ഒരു മനപ്രയാസം ഉണ്ടാവില്ല. രാധികയും കൊണ്ട് ഞാനങ്ങ് എത്തിയേക്കാം. നാളെ രാവിലെ നമുക്ക് പോവാം. രാധികയോട് ഞാൻ പറഞ്ഞോളാം. അവിടെ നിന്ന് മടങ്ങുമ്പോ രാധിക എന്ന പേര് പോലും ചിലപ്പോ വരുൺ ഓർക്കില്ല. നാളെ ഈ താലി വരുൺ പ്രിയങ്കയുടെ കഴുത്തിൽ കെട്ടും. അവരുടെ യഥാർത്ഥ മാംഗല്യം.